ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മതി മതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആർക്കാ സ്തുതി കൊടുത്തത്? എനിക്കാണ് ഈശോയ്ക്കാണ്? ഈശോയോട് ഇത്ര സ്നേഹമുള്ള. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സന്തോഷമാണ്? പറ, സന്തോഷമാണ്? നിങ്ങൾ പള്ളിയിൽ വന്നിരിക്കുകയല്ലേ? ഇത് ആരുടെ ആലയമാണ്? പറ. ദൈവത്തിൻ്റെ ആലയം. ദൈവത്തിൻ്റെ ആലയത്തിൽ എന്താണ് സംഭവിക്കണമെന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 56-ാം അധ്യായം 7-ാം തിരുവചനം പറയുന്നത്. അവിടെ പറയുന്നത്, എൻ്റെ ആലയം. ആരുടെ ആലയം? ദൈവത്തിൻ്റെ ആലയം എന്ത് വിളിക്കപ്പെടും? പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്? പ്രാർത്ഥന. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ വന്നേക്കണേ അല്ലേ? അപ്പോൾ എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ആര് പറഞ്ഞു? ദൈവം പറഞ്ഞു. ഓക്കെ, എന്നിട്ട് അവിടെ എന്ത് ദൈവം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്? എൻ്റെ പ്രാർത്ഥനാലയത്തിൽ ഞാൻ അവർക്ക് എന്ത് നൽകും? സന്തോഷം നൽകും. എന്ത് നൽകും? സന്തോഷം നൽകും. അർത്ഥം എന്താണ്? ഭയങ്കര അർത്ഥമാണ്. കർത്താവ് പറഞ്ഞ വാക്ക് മാറുമോ? പറ. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ചിലപ്പോൾ സങ്കടങ്ങൾ, വിഷമങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, കടബാധ്യതകൾ, ഉത്കണ്ഠകൾ, അസ്വസ്ഥതയൊക്കെ ഉണ്ട്. ശരിയാണ്, സമ്മതിച്ച്. അതൊക്കെ ആയിട്ട് നമ്മൾ എവിടെ വന്നേക്കണം? ദൈവത്തിൻ്റെ പ്രാർത്ഥനാലയത്തിൽ. അവിടെ നമ്മൾ ഈ സങ്കടവും കണ്ണീരും വിഷമവും ഒക്കെ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കർത്താവ് നമുക്ക് എന്ത് തരും തിരിച്ച്? പറ. സന്തോഷം നൽകും. അത് വിശ്വസിക്കുന്നവരുന്ന് കൈവയ്ക്കേ. ആ, ഇന്ന് അത്ഭുതം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു കൈവയ്ക്കേ. ആ, എക്സസൈസ് നല്ലതാണ്, അല്ലെങ്കിൽ ഉറങ്ങിപ്പോവും കേട്ടാ. അപ്പോൾ ഇവിടെ ഇത് തമാശക്ക് പറഞ്ഞതല്ല. ഞാൻ സന്തോഷമാണെന്ന് ചോദിക്കുന്നതും ഇത് സുവിശേഷത്തോട് വായിച്ചത്. സുവിശേഷം സദ്വാർത്തയാണ്, സന്തോഷ വാർത്തയാണ്, നല്ല വാർത്തയാണ്. നിങ്ങൾ നല്ല വാർത്ത കേൾക്കാൻ വന്നേക്കണേ. കാരണം നിങ്ങൾക്ക് പല സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ട്. അത് ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കുർബാനയിൽ ആരാധനയും കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? അനുഗ്രഹം കിട്ടിയേ പറ്റൂ. ഉറപ്പാണ്. അങ്ങനെ കിട്ടിയാൽ അത്ഭുതം നടക്കും. അതിന് നമുക്ക് എന്ത് അത്യാവശ്യം ഉണ്ടെന്നുള്ളതാണ്. സന്തോഷമായിരിക്കണമെങ്കിൽ, ഇവിടെ നിന്ന് സന്തോഷം അനുഭവിക്കണമെങ്കിൽ, കർത്താവിനൊരു അത്ഭുതം സ്വന്തമാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പ്രാർത്ഥിച്ചാൽ മാത്രം മതിയാ? നമ്മൾ കുറേ ആളായില്ലേ പ്രാർത്ഥിക്കുന്നത്. ഈ അത്ഭുതം കൊണ്ട് പോകണമെങ്കിൽ എന്ത് വേണം? കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ എന്തും ലഭിക്കും. ആര് പറഞ്ഞാൽ? അപ്പോൾ പ്രാർത്ഥിച്ചാൽ മതിയാ. എങ്ങനെ പ്രാർത്ഥിക്കണം? വിശ്വാസം. കാരണം കർത്താവ് എല്ലാ അത്ഭുതവും ചെയ്തപ്പോൾ പറഞ്ഞെന്താ? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. എല്ലാ അത്ഭുതത്തിനും കാരണം എന്താ? വിശ്വാസം. മരിച്ചവൻ ലാസർ മരിച്ചിട്ട് എത്ര ദിവസമായി? 4 ദിവസമായി. അഴുകി അതിൻ്റെ അകത്ത് വെച്ചേക്കീൻ. അപ്പോൾ കർത്താവിന് മുമ്പിൽ വന്നിട്ട് കരഞ്ഞി. ഓക്കെ, സമ്മതിച്ച് കരഞ്ഞി. അതിനുശേഷം കർത്താവ് എന്താ പറഞ്ഞത്? ആ കല്ല് മാറ്റാൻ പറഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് വെച്ചാൽ നമ്മുടെ മാർത്താവ് എന്താ പറഞ്ഞത്? അയ്യോ, കല്ല് മാറ്റല്ലേ, എന്തു പറ്റും? 4 ദിവസം മരിച്ചിട്ട് ദുർഗന്ധം വരുമെന്ന്. അർത്ഥം എന്താ? കല്ല് മാറ്റാൻ പറഞ്ഞത് ഈശോയാണെങ്കിൽ ഈശോ എന്തിനാ മാറ്റാൻ പറഞ്ഞത്? സുഖപ്പെടുത്താനല്ലേ, അവനെ രക്ഷിക്കാനല്ലേ. പക്ഷെ അവൾക്ക് വിശ്വാസം ഉണ്ടായില്ല. അപ്പോൾ കർത്താവ് എന്താ അങ്ങോട്ട് പറഞ്ഞത്? നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും. അപ്പോൾ അവരെന്ത് ചെയ്ത്? കല്ലെടുത്ത് മാറ്റി. കാരണം എന്താ? വിശ്വസിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? മരിച്ചവൻ ഉയർത്തു വന്നു. മരിച്ചവനെ ഉയർപ്പിക്കാൻ കഴിയുന്നൊരു കർത്താവാണ് ഈ സക്രാരിലുള്ളതെന്ന് വിശ്വസിക്കുന്നവരത് കൈവയ്ക്കേ. ആണോ? ഇത്രയും വിശ്വാസമുണ്ട്. അങ്ങനെയെങ്കിൽ അത്രയും വലിയ പ്രശ്നമൊന്നും നിങ്ങൾക്കില്ലല്ല. മരിച്ചുപോയവരൊന്നും ഉയർപ്പിക്കണ വേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ രോഗം മാറണം, കടബാധ മാറണം, സങ്കടം മാറണം, ഇതൊക്കെ അല്ലേ ഉള്ളു. അത് മാറ്റാൻ പറ്റൂല്ലേ? പറ. ഈശോനെ വെറുതെ കളിയാക്കരുത് കേട്ടോ. ഈശോ സർവശക്തനാണ്. അവൻ അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ദൈവത്തിനെല്ലാം സാധ്യമാണ്. അപ്പോൾ നമുക്ക് ആ അനുഗ്രഹം കിട്ടണമെങ്കിൽ ഒറ്റ കാര്യം മതി. എന്ത് വേണം? വിശ്വസിച്ചാൽ ഇന്ന് സന്തോഷമായിട്ട് പോകും. സന്തോഷമായാ? പറ. നല്ല സന്തോഷമായാ? അവ സന്തോഷം വർത്താനം പറഞ്ഞുതരാം. മാതാവ് അല്ലേ? മാതാവ് നല്ല സുന്ദരിയായിട്ടിരിക്കണം അല്ലേ? അപ്പോൾ മാതാവിൻ്റെ മാസമാണ് ഇത് അല്ലേ? എല്ലാ പള്ളിയിലും ഭയങ്കര ആഘോഷമുണ്ട് അല്ലേ? ഞാനിപ്പോൾ വള്ളുവള്ളി പള്ളിയിലാണ്. അവിടെയും ഭയങ്കര ആഘോഷമാണ്. ഇന്ന് ഫുൾ ഡേ അഖണ്ഡ ജപമാലയാണ്. ദിവ്യാനുള്ളിൽ ചോദിച്ചിട്ട് ഞാൻ വന്നേക്കുണ്ട്, ഉച്ചക്കെല്ലാം കേട്ടാ. അപ്പോൾ അവരും രാവിലെ തൊട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മാതാവിനോടുള്ള പ്രാർത്ഥന ഭയങ്കരമാണ് അല്ലേ? അപ്പോൾ ഞാനീ പറയണത് വിശ്വസിച്ചാൽ അത്ഭുതം സംഭവിക്കും. ഓക്കെ ആണല്ലോ? അപ്പം അതിന് പറ്റിയ ഒരു മാതൃകാരാണ് മാതാവ് തന്നെയാണ്. മാതാവ് ആദ്യം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അത്ഭുതം വല്ലതും ചെയ്താ? ഇല്ല. ഒരു കാര്യം ചെയ്ത് എന്ത് ചെയ്ത്? മാധ്യസ്ഥം വഹിച്ച്. ആർക്ക് വേണ്ടി? കാനായിലെ, ഇതൊക്കെ മറന്നുപോയാ? കാനായിലെ കല്യാണ വീട്ടിൽ അല്ലേ? കാനായിലെ കല്യാണ വീട്ടിൽ മാതാവ് ഒരു മാധ്യസ്ഥം വഹിച്ച്.
അതൊന്ന് മാത്രം ഒന്ന് ധ്യാനിച്ചിട്ട് നമുക്ക് ആ മാതാവിൻ്റെ മാതൃക നമുക്ക് ഉൾക്കൊള്ളണം കേട്ടോ. അതായത് മാതാവ് എന്താണ് മാതാവിൻ്റെ ടെക്നിക്ക് എന്ന് പറയാൻ കേട്ടോ പറയണ. ഇപ്പം പക്ഷെ മാതാവ് ഇങ്ങനെ അത്ഭുതം ചെയ്തുകൊണ്ടേ ഇരിക്കുകയല്ലേ. ഏറ്റവും കൂടുതൽ അത്ഭുതം നടക്കണം എവിടെയും മാതാവിൻ്റെ തീർത്ഥാടനാലയങ്ങളിലാണ് അല്ലേ. കാര്യം എന്താണ്? മാതാവിൻ്റെ ഭയങ്കര അത്ഭുത മാധ്യസ്ഥവും ഇറങ്ങണേ. അത് വേണോ വേണ്ടേ പറ. പിന്നെ ഡബിൾ പവറാണ്. ഈശോയുടെ തിരുഹൃദയ സ്നേഹവും ഉണ്ട്, മാതാവിൻ്റെ അത്ഭുത ശക്തിയും ഇന്നത്തെ ദിവസം ഉണ്ട്. അപ്പോൾ അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ശരിയാവും, ഉറപ്പാണ് കേട്ടോ. അപ്പോൾ മാതാവ് എന്ത് ചെയ്യുന്നതാണ് ഓർക്കണം. ആദ്യം തന്നെ മാതാവ് കാനായിലെ കല്യാണ വീട്ടിൽ ഈ അത്ഭുതം അനുഗ്രഹം അവർക്കുണ്ടാകാൻ അടിസ്ഥാന കാരണം എന്താണെന്നറിയോ? അവിടെ ഒരു വചനം വിളിച്ചിട്ടുണ്ട്. ആ കല്യാണ വീട്ടിൽ ഈശോയും മാതാവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. ഒരു വചനമുണ്ട്. എന്താണ്? അവരവിടെ വിളിച്ചിരുന്നു എന്ന്. ഈശോയും മാതാവും ശിഷ്യന്മാരും ഇല്ലായിരുന്നെങ്കിൽ വല്ലതും നടക്കുമായിരുന്ന പറ. നമ്മൾ കല്യാണത്തിന് എല്ലാ കാര്യങ്ങളും ഒരുക്കും, എല്ലാം സെറ്റപ്പാക്കും, ബിരിയാണിയൊക്കെ സെറ്റാണ്, ഓക്കെ. പക്ഷേ ഈശോയും മാതാവും ഇല്ലെങ്കിൽ എന്തെങ്കിലും കുറവുണ്ടായാൽ നമ്മൾ നെട്ടോട്ട് ഓടേണ്ടി വരും ഇല്ലേ. അവിടെ ആ കല്യാണ വീടിൻ്റെ ഒരു അനുഗ്രഹമായി മാറിയത് ഈശോനെയും മാതാവിനെയും ശിഷ്യന്മാരെയും അപ്പസ്വലന്മാരെയും ക്ഷണിച്ചിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും ആരുണ്ടാകണം? അമ്മയുണ്ട്. അമ്മയുടെ രൂപമുണ്ട് കേട്ടോ, പക്ഷെ അമ്മേനെ മൈൻഡ് ചെയ്യാറില്ല. ഈശോയുടെ രൂപമുണ്ട്, തിരുഹൃദയ പ്രതിഷ്ഠയൊക്കെ ഉണ്ടല്ല, പക്ഷേ ഈശോയോട് ചോദിക്കാറുണ്ട. നാട്ടുകാരോട് അഭിപ്രായം ചോദിക്കണ നേരത്തെ ആദ്യം ആരോട് ചോദിക്കണം? ഈശോയോട് ചോദിക്കണം. അപ്പോൾ ഈശോ വീട്ടിലുണ്ട്, പക്ഷെ വീട്ടിലുള്ള കർത്താവിന് മാതാവിന് നമ്മൾ വില കൊടുക്കണുണ്ട, അവരോട് കേൾക്കുന്നുണ്ട, അവരോട് ചോദിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് അല്ലേ. അപ്പോൾ ഇവിടെ ഈശോയും മാതാവും ശിഷ്യന്മാരോട് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കാൻ വേണ്ടിയിട്ടാ. നമ്മുടെ ജീവിതത്തിലും ഈശോയ്ക്കും മാതാവിനും ശിഷ്യന്മാർക്കും അപ്പസ്വലന്മാർക്കും വില കൊടുക്കണുണ്ടായില്ലേ പറ. ഒന്നോ കിട്ടും കേട്ടോ കേട്ടോ. അപ്പോൾ ഓക്കെ, അത് അത്രയും. അങ്ങനെ അമ്മ മാതാവ് ആ വീട്ടിലുണ്ടായോണ്ടായ ഒരു ഗുണം പറയാൻ വേണേ. അമ്മ മാതാവ് അവിടെ ചെന്നപ്പോൾ അമ്മ എന്തറിഞ്ഞ്? അവിടെ എന്തില്ല? വീഞ്ഞില്ല. അവരെല്ലാവരും പറഞ്ഞായിരുന്നാ? ഇവിടെ വീഞ്ഞില്ലെന്ന് പറഞ്ഞാൽ മാതാവിനോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു ദാരിദ്ര്യം പിടിച്ച സ്ത്രീ അല്ലേ, ആ വീട്ടിൽ നിന്നൊന്നും എടുക്കാനില്ല. അപ്പോൾ പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ? അപ്പോൾ പറഞ്ഞിട്ടുണ്ടാകാൻ ഒരു സാധ്യതയും ഇല്ല. അപ്പോൾ അമ്മ എന്ത് ചെയ്ത്? വന്ന പാടെ തന്നെ എങ്ങോട്ടാണ് ഓടിയത്? കലവറയിലേക്ക്. എന്തന്വേഷിച്ച് നടക്കണമായിരുന്നു? അവിടെ എന്തെങ്കിലും കുറവുണ്ടാന്ന് അന്വേഷിച്ച് നടക്കണമായിരുന്നു. നമ്മളും അങ്ങനെയൊക്കെ തന്നെയല്ലേ. നമ്മളെന്തെങ്കിലും പരിപാടിക്ക് എന്തെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ അന്വേഷിക്കണം, ഇവിടെ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ചോദിക്കുക അല്ലേ. അപ്പോൾ അമ്മ മാതാവ് കുറവന്വേഷിച്ചവളാണ്. ആ വീട്ടിൽ എന്ത് കുറവുണ്ടെന്ന് അന്വേഷിച്ച്. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ്, ശരിയല്ലേ? വ്യത്യാസം, ഒരു ചെറിയ വ്യത്യാസം ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അമ്മ മാതാവും ആ വീട്ടിൽ ചെന്നിട്ട് അവിടെ എന്താ കുറവുള്ളതെന്ന് അന്വേഷിച്ചു. അതൊരു സ്നേഹത്തിൻ്റെ അന്വേഷണമാണേ. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളും ചെന്നിട്ട് അന്വേഷിക്കുക. അവിടുത്തെ തന്നെ അവിടെ എന്തെങ്കിലും കുറവുണ്ടെന്ന് അറിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? സത്യം പറ, അവിടെ ഒരു കുറവുണ്ടെന്ന് നമ്മൾ കണ്ടെത്തി. നമ്മൾ ആദ്യം അത് അന്വേഷിക്കുമല്ല, കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? സത്യം പറ. ആദ്യം വാട്സപ്പ് എടുക്കൂലേ, എന്നിട്ട് മെസ്സേജ്, അറിഞ്ഞില്ലേ ഇവിടെ വീഞ്ഞൊക്കെ തീർന്നിരിക്കേണ്ട എന്നൊരു 10 പേരോട് പറഞ്ഞ് നാറ്റിച്ചാലല്ലേ നമുക്ക് സമാധാനമുള്ളൂ പറ. ഓക്കെ. പക്ഷെ അമ്മയും കുറവന്വേഷിച്ചു, കുറവ് കണ്ടെത്തി. പക്ഷെ ആ കുറവ് കണ്ടെത്തിയത് നമ്മളെപ്പോലെ മറ്റുള്ളവരെ ഉപദ്രവിക്കാനല്ല, മറിച്ച് അവരെ സംരക്ഷിക്കാനാ, അവരെ രക്ഷിക്കാനാ അല്ലേ. അമ്മ എന്ത് ചെയ്ത്? നാട്ടുകാരോട് പറഞ്ഞാ? വാട്സപ്പ് എടുത്താ? എന്ത് ചെയ്ത്? പറയേണ്ടവനോട് പറഞ്ഞു. നമ്മൾ ഒരു ഉപകാരമില്ലാത്തടത്തൊക്കെ പോയി പറഞ്ഞു നടക്കും. ആരോട് പറയണം? ഈശോയോട് പറയണം. ഈശോനോട് ചെന്ന് അമ്മ പറയണേണ്, ദേ അവിടെ വീഞ്ഞില്ലട്ടാ, അവർ നാണക്കേടാവും. അപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? എനിക്കതാണ് ശ്രദ്ധ. ഈശോ എന്ത് പറഞ്ഞു? വലിയ കാര്യമായിട്ട് മാതാവ് എന്ന് പറഞ്ഞു, ദേ അവിടെ കുറവുണ്ട് കേട്ടാ എന്ന് പറഞ്ഞപ്പോൾ ഈശോ എന്ത് പറഞ്ഞു? ഇതൊക്കെ മറന്നുപോയാ? അവർക്ക് എനിക്ക് നിനക്കും എന്ത്? അപ്പോൾ ഇവിടെ പെന്തക്കോസ്തക്കാരൻ എൻ്റെ ഇടയിൽ കൊണ്ട് ഒരു വചനം കേട്ടു, എനിക്കും നിനക്കും തമ്മിലെന്ത്? തമ്മിൽ നിന്ന വാക്ക് ശരിക്കും ഉണ്ടാ? ഇല്ല. ഉമ്മര് കയറ്റി. അതാണ് വചനത്തിൽ വള്ളി വ്യത്യാസം വരുന്നത്. നമ്മൾ ഉമ്മര് അങ്ങോട്ട് കയറ്റി, എനിക്കും നിനക്കും തമ്മിലെന്ത് എന്ന് പറഞ്ഞാൽ ശരിയാണ്. അവർ പറയണം എന്താണ്? ഈശോയ്ക്കും മാതാവിനും തമ്മിൽ വല്ല ബന്ധം ഉണ്ടാകുന്നു അല്ലേ. എന്ത് പറയാനാണല്ലേ. അപ്പം തമ്മിലെന്നല്ല അവിടെ പറഞ്ഞേക്കണം. എന്താണ്? എനിക്കും നിനക്കും എന്ത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇപ്പം നിങ്ങൾ വീട്ടിൽ പോയി, ഒരു കല്യാണ വീട്ടിൽ പോയി, കല്യാണ വീട്ടിൽ പോയി ഭാര്യയും ഭർത്താവും കൂടി ചെന്നേക്കാണ്. അപ്പോൾ ഭാര്യ തനി സ്വഭാവം അനുസരിച്ച് അവിടെ ചെന്നിട്ട് അന്വേഷിച്ചപ്പോൾ ബിരിയാണിക്ക് ഉപ്പില്ല എന്ന് കണ്ടെത്തി. അപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു, കണ്ടില്ലേ അവരുടെ ബിരിയാണിക്ക് ഉപ്പില്ല എന്ന് പറഞ്ഞ് ഭർത്താവിനോട് പറഞ്ഞു. അപ്പോൾ ഭർത്താവ് എന്ന് പറയും, നമുക്കെന്ത് കാര്യം ഇരിക്കണം, ശരിയല്ലേ? അതല്ല സ്വാഭാവികം. നമുക്കെന്ത് കാര്യം, നമ്മ അതിൻ്റെ അകത്ത് ഇടപെട്ട് ആകെ പ്രശ്നവുമില്ലേ, നമ്മൾ ഉപ്പ് കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടാ എന്നോർത്തിട്ട് കൈ ഒഴിയില്ല. അതാണ് ഈശോ പറഞ്ഞു, ശരിയല്ലേ? നമ്മളിൻ്റെ അകത്ത് ഇടപെടണോ എന്നല്ലേ ഈശോ ചിന്തിച്ചത്, അല്ലാണ്ട് ഞാൻ അനുസരിക്കില്ലെന്നല്ലോ പറഞ്ഞാൽ. എൻ്റെ അടുത്ത കേട്ടെ, എനിക്കും നിനക്കും എന്ത്? എന്നിട്ട് അടുത്ത ഡയലോഗ് എന്താണ്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ,
അതിൻ്റെ അർത്ഥം എന്താണ്? ഇനി ഞാനിവിടെ അത്ഭുതം ചെയ്യൂലെന്നല്ല ഈശോ പറഞ്ഞത്. പറ, എൻ്റെ സമയമായിട്ടില്ല. രണ്ടും മറുതൽ പറഞ്ഞു. എന്താണ്? നമുക്കെന്ത് കാര്യം ഇടപെടണോ? രണ്ട്, എൻ്റെ സമയം ആയിട്ടില്ല എന്ന്. അപ്പോൾ മാതാവ് എന്ത് മനസ്സിലാക്കണം? ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, എന്നിട്ട് അവരോട് പോയി പറഞ്ഞതേ ഒരു കാര്യം നടക്കില്ല എന്ന് പറഞ്ഞ് പോകണ്ടല്ലേ. പക്ഷെ അമ്മ എന്ത് ചെയ്തു? അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. അമ്മയുടെ മുമ്പിൽ പ്രതിസന്ധിയാ. അമ്മയുടെ മുമ്പിൽ ഈശോ യെസ് പറഞ്ഞിട്ടില്ല അല്ലേ? പക്ഷെ അമ്മ എന്ത് ചെയ്ത്? അവിടെ നിരാശപ്പെട്ട, കരഞ്ഞ, എന്ത് ചെയ്ത്? അവരോട് പറഞ്ഞേ അവൻ പറയണ ചെയ്യാൻ. എന്തൊരു ധൈര്യമാണ്! നിങ്ങളോട് ഈശോ ഇപ്പോൾ ഭർത്താവ് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്ത് കാര്യം ഇരിക്കണം, നമുക്കൊന്നും ഇടപെടണ്ട എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? എന്നാൽ പിന്നെ ആ മനുഷ്യനെ കൊണ്ട് ഇതിനും മുകളിലും പറഞ്ഞിട്ട് പോവുകയല്ലേ ഉള്ളു. പക്ഷെ അമ്മ അവിടം വിട്ടില്ല. മനസ്സിലായ? അമ്മ നേരെ ധൈര്യത്തോടെ അവരോട് പറഞ്ഞ് അവൻ പറഞ്ഞ ചെയ്യുന്ന പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇവൻ ഇതല്ല, ഇതെൻ്റെ അപ്പുറവും പറയും, പക്ഷേ അവന് ചെയ്തിരിക്കും. കാരണം ഇവൻ രക്ഷകനാണെന്ന് ആര് വിശ്വസിച്ചു? അമ്മ വിശ്വസിച്ചു. ഇവൻ രക്ഷകനാണെന്ന്, ഈശോ രക്ഷകനാണെന്ന് അമ്മ മാതാവിനറിയാം. അമ്മ മാതാവ് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് അവൻ ആ മറുപടിയൊക്കെ പറഞ്ഞാലും വിട്ടുകൊടുക്കാൻ തയ്യാറായ. ഇതാണ് മാതാവിൻ്റെ മാധ്യസ്ഥൻ്റെ ശക്തി. ഈശോയുടെ സമയം ആയിട്ടില്ലെന്ന് ദൈവം തമ്പുരാൻ പറഞ്ഞാലും, ഇപ്പം അത്ഭുതം നടക്കുന്ന ഒരു സാധ്യതയില്ലെന്ന് വന്നാലും അമ്മ മാതാവിനോട് പറഞ്ഞാൽ നടക്കില്ലേ? നടക്കും. അതാണ് അത്ഭുതം, അതാണ് അമ്മയുടെ ശക്തി. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് സമയമായിട്ടില്ല, നമുക്കെന്ത് എന്നൊക്കെ പറഞ്ഞ ഈശോ അവൻ പറയുന്നത് ചെയ്യുമെന്ന് പറഞ്ഞ് ഈ ആൾക്കാരെ പരിചാരകരെ വിട്ടു കഴിഞ്ഞപ്പോൾ, പരിചാരകരെ വന്നപ്പോൾ ഈശോ എന്ത് പറഞ്ഞു? വേണമെങ്കിൽ ഒന്നും കൂടി പറയാനില്ല. ഈ അമ്മേനോട് ഞാൻ പറഞ്ഞതാണ് സമയമായിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയണ്ടേ? പിന്നെയും പറഞ്ഞു വിട്ടേക്കണെന്ന് പറയണ്ടേ? ഈശോ അങ്ങനെ പറഞ്ഞാ? ഈശോ എന്ത് ചെയ്ത്? വെള്ളം നിറക്കാൻ പറഞ്ഞു. മനസ്സിലായ? ഇപ്പം ചെയ്യൂലെന്ന് പറഞ്ഞാൽ എന്തായി? ചെയ്യാൻ തയ്യാറായ. അതാണ് അമ്മയുടെ മാധ്യസ്ഥൻ്റെ ശക്തി. ഈശോയുടെ ദൈവത്തിൻ്റെ സമയം പോലും ആക്കി തീർക്കുന്ന ശക്തിയുള്ള കരുത്തുള്ള മാധ്യസ്ഥമാണ് അമ്മയുടെ മാധ്യസ്ഥം. അപ്പോൾ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോ ചെയ്യാൻ തയ്യാറായി. വെള്ളം നിറക്കാൻ പറഞ്ഞു. വെള്ളം നിറച്ച് കഴിഞ്ഞപ്പോൾ എന്തു പറ്റിയത്? അത് വീഞ്ഞായി മാറിയ. ആ കുറവ് നിറവായ. അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ ശക്തി അതാ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിൽ അമ്മയോടുള്ള ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന അനുഗ്രഹം, നമ്മുടെ ജീവിതത്തിലെ കുടുംബത്തിലെ കുറവ് നാം അറിയുന്നതിന് മുമ്പേ ആരറിയും? അമ്മ അറിയും. അമ്മ അറിഞ്ഞിട്ട് എന്ത് ചെയ്യും? നാട്ടുകാരോട് പറഞ്ഞു നടക്കുമോ? മറിച്ച് പറയേണ്ടവനോട് പറയും, ഈശോയോട് പറയും. അത്ഭുതം നടത്തിയിട്ടേ അമ്മ അടങ്ങുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ കുറവ് നിറവാക്കിയിട്ടേ അമ്മ മാറുള്ളൂ. ആ ഒരു വലിയ മാധ്യശക്തിയാണ് ഈ മാതാവിൻ്റെ. ഇനി ഞാൻ പറയേണ്ടത്, ഇത്രമാത്രം ഭക്തിയോടുകൂടി ജപമാല ഭക്തി, മാതീയ ഭക്തി, മാതാവിനുള്ള ഭക്തി കത്തോലിക്ക സഭയിലുണ്ട് അല്ലേ? എല്ലാ മാസവും മാതാവിൻ്റെ ഒരു തിരുനാളെങ്കിലും ഉണ്ടാവില്ലേ? ഈ മാസം പ്രത്യേകിച്ച് മാതാവിന് വേണ്ടിയാണ്. അപ്പോൾ അത്രമാത്രം മാതാവിനോട് ഭക്തി പറയുമ്പോൾ ഈ പെന്തക്കോസ്തക്കാർ മാതാവിനോട് ഭക്തി ഇല്ലാതെ ഇരിക്കണേ. വേണമെങ്കിൽ അവരോടൊന്ന് കോംപ്രമൈസ് ചെയ്ത് കുറച്ച് കുറക്കാൻ പാടില്ല. കുറക്കണണ്ട മാതാവ്? സഭ മരിയ ഭക്തി കുറക്കണണ്ട? കുറക്കണില്ല. എന്താ കാര്യം? അത് ദൈവം നൽകിയേക്കണ ദാനമാണ്. അമ്മ മാതാവിൻ്റെ മുമ്പിൽ ഇതാ ദൈവം പോലും സ്തുതി പറഞ്ഞതല്ലേ? ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. ദൈവം ആദരിക്കുന്നവരെ നമ്മൾ മാറ്റി നിർത്താൻ പോകണം. അപ്പോൾ ദൈവം ബഹുമാനിച്ചതാണ്. ഇനി ഈശോയുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും പൂർണ്ണമായിട്ടും അറിയാവുന്ന ആർക്കാണ്? മാതാവിനല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ജപമാല ഭക്തിയെക്കുറിച്ച് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്ന മനോഹരമൊരു വാക്കുണ്ട്, വളരെ ഹൃദയസ്പർശിയാണ്. ജോൺ പോൾ രണ്ടാമനോട് വിശുദ്ധനാണ്, മരിയഭക്തനായിരുന്നു. അദ്ദേഹം ജപമാല ഭക്തിയെക്കുറിച്ച് പറയുന്നതെന്നറിയോ? ജപമാല എന്നാൽ പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്ന് ഈശോയെ ധ്യാനിക്കലാണ്. എന്താണ്? പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്ന് ഈശോയെ ധ്യാനിക്കലാണ്. കാരണം നമ്മൾ ജപമാലയിൽ നമ്മൾ ചെയ്യുന്നത് എന്താ? ഈശോയുടെ രഹസ്യങ്ങൾ അല്ലേ? ദൈവിക രഹസ്യങ്ങളല്ലേ? കാനായിലെ കല്യാണ വിരുന്ന്, കുരിശിലെ മരണം. ഇതപ്പോൾ ആരെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത്? മുഴുവനും ഈശോയെക്കുറിച്ചാണ്. ആ ഈശോയുടെ ഈ ജീവിതത്തിലെ കുരിശിൻ്റെ വഴികളും കാനായിലെ കല്യാണ അത്ഭുതവും എല്ലാ കാര്യവും കണ്ട് ധ്യാനിച്ച് ഗ്രഹിച്ചവൾ ആരാ? അമ്മയല്ലേ? ഈശോ ഉദരത്തിൽ ജനിച്ച നിമിഷം മുതൽ കാൽവരി കുരിശിലെ അവസാനം ആ കുരിശിൻ്റെ കീഴിൽ നിന്നും ആ കുരിശിൽ മരിച്ച ഈശോയുടെ ശരീരം വഹിക്കുകയും ചെയ്തത് ആരാ? അമ്മയല്ലേ? സകല ഈശോയുടെ ജീവിതത്തിലെ രഹസ്യങ്ങൾ മുഴുവനും ധ്യാനിച്ചതാരാ? അമ്മയല്ലേ? അമ്മയേക്കാൾ ഉപരി ആ ഈശോയെക്കുറിച്ച് ധ്യാനിക്കാൻ നമ്മൾ സഹായിക്കാൻ പറ്റുക ആർക്കാ? ഈശോയെ പഠിപ്പിച്ചു തരാൻ പറ്റുക ആർക്കാ? അതുകൊണ്ടാണ് മനോഹരമായിട്ട് പറഞ്ഞത്, ജപമാല എന്ന് പറയുന്നത് അമ്മ മാതാവിൻ്റെ മടിയിലിരുന്ന് ഈശോയെ ധ്യാനിക്കലാണ്. അതുകൊണ്ടാണ് നമ്മൾ ജപമാല മാസത്തിൽ ദിവ്യകാരനോട് വിളിച്ചു വെച്ച് ദിവ്യകാരൻ്റെ സന്നിധിയിൽ ജപമാല ചെല്ലും അല്ലേ? കാര്യം എന്താ? നമ്മൾ ആ ജപമാണി അർപ്പിക്കുമ്പോൾ അമ്മയുടെ മടിയിലിരുന്ന് അമ്മയോട് ചേർന്നിരുന്ന് ദിവ്യകാരൻ ഈശോയെ ആരാധിക്കുകയാണ്.
ഈശോയെ ധ്യാനിക്കുകയാണ്, അല്ലേ? അപ്പോൾ അതായത് ഈ ഈശോൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ശക്തി പകർന്നത് ആരാ? അമ്മയാ. ഒരു ഉദാഹരണം പറയാം. പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമ കണ്ടാ? ബോറടിച്ചാ? ഞാൻ ഈ മാതാവിനെ കുറിച്ച് പറഞ്ഞതെന്ന് അറിയോ? മാതാവിനോട് നിങ്ങൾ ഭക്തിയിൽ ആഴപ്പെട്ടാൽ, മാതാവിനോട് നിങ്ങൾ അടുത്ത് കഴിയുമ്പോൾ അമ്മ മാതാവ് നിങ്ങളെ എങ്ങോട്ട് അടുപ്പിക്കും? ഈശോയിലേക്ക് അടുപ്പിക്കും. നമ്മൾ വിചാരിക്കുന്നുണ്ട മാതാവിനോടുള്ള ഭക്തിയിൽ വളർന്നു കഴിയുമ്പോൾ മാതാവ് നമ്മളെ മാതാവിൻ്റെ ഫാൻസ് ക്ലബ്ബായിട്ട് നിർത്തുമോ? ഇതാ മാതാവിൻ്റെ ഫാൻസ് എല്ലാവരും കൂടി. അങ്ങനെയാണോ? മാതാവ് നമുക്ക് ബോധമില്ലെങ്കിലും ആർക്ക് ബോധമുണ്ട്? മാതാവിന് ബോധമുണ്ട്. മാതാവിൻ്റെ അടുത്തേക്ക് നമ്മ ഓടിച്ചെന്നാൽ മാതാവ് എന്ത് ചെയ്യും? നമ്മളെ നേരെ ഈശോയിലേക്ക്. അതാണല്ലോ കാനായിൽ സംഭവിച്ചത്. അവൻ പറയുന്നത് ചെയ്യും. ഈശോയിലേക്കാണ് കൈ ചൂണ്ടിയത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ മാതാവിനോടുള്ള ഭക്തിയിൽ നമ്മളായിരിക്കുമ്പോൾ എളുപ്പത്തിൽ കർത്താവിന് അനുഗ്രഹം വരും. കാരണം നമ്മളെ മാതാവ് നേരെ ഈശോൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും, ഈശോൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകും. അത്ഭുതം ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. മാതാവ് ചോദിച്ചാൽ ഈശോ തരാതിരിക്കില്ല. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ഒരു കാര്യം. അപ്പോൾ ഈ ജപമാല ഭക്തിയിൽ മാതാവിനോട് നമ്മൾ ചേരുമ്പോൾ ഈശോയിൽ നിന്ന്, ഞാൻ പറഞ്ഞ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമ, അതിൻ്റെ അകത്ത് ഒരു മനോഹരമായ ചിത്രമുണ്ട്. പാഷൻ ഓഫ് ക്രൈസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല, നമ്മൾക്ക് കരച്ചിലൊക്കെ വന്നിട്ടുണ്ടാകും. ഞാൻ കുറേ പ്രാവശ്യം കരഞ്ഞു. അപ്പോൾ ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റിൽ ഒരു സീനുണ്ട്, മനോഹരമായ സീനാണ്. അതായത് ഈശോ കുരിശ് ചുമന്നിട്ട് പോണ വഴിക്ക് 3-ാം പ്രാവശ്യം കുരിശോടുകൂടി വീഴുന്നുണ്ടല്ല. കുരിശോടുകൂടി വീഴേണ്ട നേരത്ത് അവിടെ കാണിക്കുന്ന കാര്യം, ഈശോ കുരിശോടുകൂടി താഴേക്ക് വീഴാൻ പോണേ, ഭൂമിയിൽ വീണിട്ടില്ല, വീഴാൻ പോണ്. ആ സീൻ കാണിച്ചിട്ട് അടുത്ത സെക്കൻഡിൽ സീൻ കാണിക്കണമെന്ന് അറിയാം. അടുത്ത സീൻ ഏതാണെന്നറിയോ? നേരെ പഴയ ഉണ്ണീശോ ഇല്ലേ, പഴയ ഫ്ലാഷ് ബാക്ക് കാണിക്കാൻ. ഉണ്ണീശോ ചെറുപ്പത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കാല് തെറ്റി വീഴുന്നുണ്ട്, ഒരു കല്ലിൽ തട്ടി വീഴുന്ന നേരത്ത് പെട്ടെന്ന് കാണിക്കുന്നത് എന്താണ്? അമ്മ മാതാവ് അവിടെ കലം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കലം കഴുകിക്കൊണ്ട് അമ്മ എന്ത് ചെയ്ത്? അമ്മ അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞ് നോക്കിയിരുന്ന് വെച്ചാൽ അമ്മ എന്ത് ചെയ്ത്? ആ മനോഹരമായ സീനാണ്. ആ കലമൊക്കെ ഇങ്ങനെ കളഞ്ഞിട്ട് ചാടി ഓടി അങ്ങോട്ട് ചെന്നിട്ട് എന്ത് ചെയ്യും? ആ ഉണ്ണീശോനെ നിലത്തേക്ക് വീഴാതെ പൊക്കി ഇങ്ങനെ എടുക്കും, ഇല്ലേ? ഈ സീൻ കാണിച്ചിട്ട് ഫ്ലാഷ് ബാക്ക് അല്ല, ആദ്യത്തെ സീൻ ഏതാണ്? കുരിശോടുകൂടി ഈശോ വീഴാൻ പോണ്. അപ്പോഴാണ് പെട്ടെന്ന് ഉണ്ണീശോൻ്റെ ഈ വീഴ്ച കാണിക്കുന്നത്. ഉണ്ണീശോ വീഴാൻ നേരത്ത് മാതാവ് ഇങ്ങനെ ഓടിച്ചെന്ന് പൊക്കിയെടുക്കണേ. ഓക്കെ, അടുത്ത സീൻ നേരെ കാണിക്കുന്നതെന്നറിയോ? ആ കുരിശിൻ്റെ വല്യമായി വീഴുന്ന സീൻ വീണ്ടും കാണിച്ചിട്ട് മാതാവിനെ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടി മാതാവിൻ്റെ മുഖം കാണുകയാണ്. അപ്പോൾ ഈ കുരിശുമായിട്ട് വീഴാൻ പോണ ഈശോ നേരെ ആരെയാണ് നോക്കണത്? മാതാവിനെ നോക്കുന്നുണ്ട്. അവിടെ മനോഹരമാണത്. മാതാവിലേക്ക് നോക്കുന്നു. നോക്കിക്കഴിഞ്ഞ് മാതാവിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ ഈശോ എന്ത് ചെയ്ത്? നേരെ കുതിച്ചെണീക്കണേ. മനസ്സിലായോ? ആ കുരിശോടുകൂടി വീണ കർത്താവ് ഉയർത്തെഴുന്നേറ്റത്, ശക്തിപ്പെട്ടത്, കുരിശിൻ്റെ വഴിയിൽ ബലപ്പെട്ടത് ആരെ കണ്ടപ്പോഴാണ്? കണ്ട ആ കണക്ഷൻ കണ്ട? ചെറുപ്പത്തിൽ ഉണ്ണീശോ വീഴുമ്പോൾ അമ്മ മാതാവ് ഉയർത്തിയ പോലെ ഈശോൻ്റെ കുരിശിൻ്റെ യാത്രയിൽ ഇടറി വീണപ്പോൾ കരുത്ത് കൊടുത്തത് ആരാ? അമ്മയാണ്. ഈ കുരിശിലെ ബലിയല്ലേ, ഈ കാൽവരിയിലെ ബലിയല്ലേ നമ്മൾ ബലിയർപ്പണത്തിൽ അർപ്പിക്കുന്നത്? ഈ ബലിയർപ്പണത്തിൽ നമ്മളെ ബലപ്പെടുത്തുന്നത് ആരാണപ്പോൾ? നമ്മൾ ഒരുക്കുന്നത് ആരാ? അമ്മയാ. കാരണം എന്താ? കാൽവരി വലയിൽ ഈശോയുടെ ബലിക്ക് ഈശോയെ ഒരുക്കിയത് ആരാ? അമ്മയാണ്. അങ്ങനെയെങ്കിൽ അതേ ബലിയർപ്പിക്കുന്ന നമ്മളെ ഒരുക്കുന്നത് ആരാ? അമ്മ മാതാവാണ്. അതുകൊണ്ടാണ് കുർബാനക്ക് മുമ്പൊക്കെ എല്ലായിടത്തും ജപമാലയിൽ ഒരുങ്ങൂലേ? ദിവ്യാനുസന്നിധിയിലൊക്കെ ജപമാലയിൽ ഒരുങ്ങുന്നത് അനുഗ്രഹമാണ്. കാരണം അമ്മ മാതാവ് നമ്മളെ ഒരുക്കുകയാണ്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, അങ്ങനെ അമ്മ മാതാവിനോടുള്ള ഭക്തിയിൽ നമ്മൾ അമ്മ പറഞ്ഞെന്താണ്? അപ്പോൾ നമ്മളോട് പറഞ്ഞെന്താണ്? അവൻ പറയുന്നത് ചെയ്യുവിൻ. ഈശോ എന്താ നമ്മളോട് പറഞ്ഞത്? എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ശരിയല്ലേ? എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. എന്താണത്? വിശുദ്ധ കുർബാന. അപ്പോൾ അമ്മ മാതാവ് നമ്മളെ അത്ഭുതത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക്, നമ്മുടെ കുറവുകളിലേക്ക്, നിറവുകളിലേക്ക് നയിക്കാൻ, അത്ഭുതം സംഭവിക്കാനായിട്ട് അമ്മ മാതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നൽകുന്ന മറുപടി എന്താ? അവൻ പറയുന്നത് ചെയ്യുവിൻ. എന്താണ് അവൻ പറഞ്ഞത്? എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. എന്ത് ചെയ്യണം? നമ്മ വിശുദ്ധ കുർബാന വിശുദ്ധിയോട് അർപ്പിക്കണം, അമ്മയോട് ചേർന്ന് അർപ്പിക്കണം. കാരണം കാൽവരി മലയിൽ ആ കുരിശിയാഗം ബലിയർപ്പണം തീരുമ്പോൾ അമ്മ മാതാവ് താഴെ നിൽക്കുന്നുണ്ട്, അല്ലേ? ആ അമ്മ മാതാവ് ഈശോയുടെ മൃതശരീരം വഹിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ആ കുർബാന മുഴുവനും അർപ്പിച്ചത് യഥാർത്ഥത്തിൽ പൂർണ്ണ വിശ്വാസത്തോടെ അർപ്പിച്ചതാരാ? ഈശോയ, അമ്മ മാതാവാണ്. അപ്പോൾ അമ്മ മാതാവിനെ പോലെ നമ്മളും ആ ബലിയർപ്പണം അർപ്പിക്കുക. ആ ബലിയർപ്പണത്തിൽ, വിശുദ്ധ കുർബാനയിൽ നമുക്ക് ആരെ കിട്ടും? പറ, ആരെ കിട്ടും? ഈശോയെ കിട്ടും. ഈശോയെ കിട്ടിയാൽ നമുക്ക് എന്തെങ്കിലും കുറവുണ്ടാ? അപ്പോൾ മാതാവിൻ്റെ ബുദ്ധി അതാ. നമ്മ മാതാവിലേക്ക് അടുക്കുമ്പോൾ അമ്മ മാതാവ് നമുക്ക് നൽകുന്ന സമ്മാനം എന്താ? ഈശോയാ. ഈശോയെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും കുറവില്ല. എന്താണ്? കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടല്ലോ. നിങ്ങൾക്ക് രോഗം സൗഖ്യം വേണോ? ഈശോ സൗഖ്യദായകനാണ്. അപ്പോൾ ഈശോ വന്നു കഴിഞ്ഞാൽ നമുക്ക് സൗഖ്യം കിട്ടുമോ? ഇല്ലേ? നിങ്ങൾക്ക് കടബാധ്യതയുണ്ട്,
സങ്കടങ്ങൾ, സാമ്പത്തിക മേഖലയിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈശോ വന്ന ആ കടബാധ്യത മാറുമില്ലേ? അതാണ് ഫിലിപ്പി 4:19, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് ആര് വഴി? യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. അപ്പോൾ ഈശോയാണ് നമ്മുടെ യഥാർത്ഥ പരിഹാരം. ഈശോയുടെ തിരുഹൃദയ ഭക്തിയിലാണ് നമ്മളായിരിക്കുക. ഇതിലും വലിയ സ്നേഹം വേറെ എവിടെ കിട്ടാനാണ്? അവസാനം ഈശോയുടെ തിരുഹൃദയം മുറിക്കപ്പെട്ടപ്പോഴും അവിടെ നിന്ന് ഒഴുകിയിറങ്ങിയതും സൗഖ്യമാണ്. ശരിയല്ലേ? അനുഗ്രഹമാണ്. അപ്പോൾ ആ തിരുഹൃദയ നടയിലാണ് നമ്മളായിരിക്കുക. അപ്പോൾ ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല നമുക്ക്. നമ്മളെല്ലാ സങ്കടവും മാറ്റാൻ കഴിയുന്ന തിരുഹൃദയത്തിൻ്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുക. കാരണം എന്താ? ആ തിരുഹൃദയത്തിൽ മുറിപ്പെടുത്തിയപ്പോഴും മുറിപ്പെടുത്തിയവനെ പോലും സുഖപ്പെടുത്തിയ ആ സ്നേഹത്തിൻ്റെ ഒഴുക്കാണ്, കരുണയാണ് തിരുഹൃദയ സ്നേഹം. ആ തിരുഹൃദയ തണലിൽ നമുക്ക് എന്തെങ്കിലും കുറവുണ്ടാവുമോ? ആ തിരുഹൃദയ സ്നേഹത്തിൽ നിന്ന് പോലും, ആ മുറിവിൽ നിന്ന് പോലും സൗഖ്യം നൽകാൻ തയ്യാറായെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് മുഴുവനും കർത്താവിന് തരാൻ പറ്റൂലേ? അതാണ് പ്രിയപ്പെട്ടവരെ. അപ്പം അതുകൊണ്ട് അമ്മ മാതാവിനോടുള്ള ഭക്തിയിൽ നമ്മൾ ഈശോയെ സ്വന്തമാക്കിയാൽ നമുക്കൊന്നിനും കുറവില്ല. സകലതും നിറവായി മാറും. സകല കുറവുകളും അഭിഷേകമായി മാറും. എല്ലാ രോഗങ്ങളും സൗഖ്യമായി മാറും. ഇത് വിശ്വസിക്കുന്നവരുടെ കൈവയ്ക്കേ. ഇനി ഞാൻ പറഞ്ഞുതരാം അമ്മ ലാസ്റ്റ് റൂട്ട്. അമ്മ മാതാവ് ഇത്രയും അത്ഭുതം ചെയ്യാൻ കാരണം ലൂക്കായുടെ സുവിശേഷം 1:45 കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അമ്മ മാതാവിനെ ഭാഗ്യവതി എന്ന് വിളിക്കാൻ കാരണം എന്താ? കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചു. കാനായിലെ കല്യാണ വീട്ടിൽ ഈശോ പറയുന്നതാണ്, എനിക്കും നിനക്കും എന്ത് തടസ്സം പറഞ്ഞു അല്ലേ? രണ്ടാമത് എൻ്റെ സമയം ആയിട്ടില്ല. അപ്പോഴും അമ്മ എന്ത് ചെയ്ത്? ഇവൻ രക്ഷകനാണെന്ന് കർത്താവ് അരുളി ചെയ്ത് ഇവൻ രക്ഷകനാണെന്ന് വിശ്വസിച്ചു. അതുകൊണ്ട് എന്ത് പറ്റി? അവളവിടെ ഭാഗ്യപ്പെട്ടവരായി, അവരും അനുഗ്രഹീതരായി അല്ലേ? അമ്മ മാതാവ് കാൽവരി മലയിൽ കുരിശിലെ സ്വന്തം മകൻ്റെ, പ്രിയപ്പെട്ട മകൻ്റെ മരിച്ച ശരീരത്തിലിട്ട് കളയുമ്പോഴും അവിടെയും നിരാശപ്പെട്ടില്ല. അവിടെയും എന്ത് വിശ്വസിച്ചു? കർത്താവ് അരുളി ചെയ്ത കാര്യം എന്താണ്? ഇവൻ രക്ഷകനാണ്, ഇവൻ ഉത്ഥാനം ചെയ്യുമെന്ന് വിശ്വസിച്ചു. അവൾ ഭാഗ്യവതിയായി മാറി അല്ലേ? ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ ഇത് തന്നെയല്ലേ? ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യവും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നില്ലേ? പ്രതിസന്ധിയുണ്ട്. പക്ഷേ ഔസേപ്പിതാവിനെ നാം എന്താ വിളിക്കുന്നത്? ഭാഗ്യപ്പെട്ട ഔസേപ്പിതാവ്. അവരുടെ ഭാഗ്യം എന്താണ്? ലോകത്തിലെ ലോട്ടറി അടിക്കണാണോ? ലോകത്തിലെ സൗകര്യങ്ങൾ കിട്ടിയതാണോ? ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്താണ്? കർത്താവിൽ വിശ്വസിച്ചു എന്നുള്ളതാണ്, കർത്താവിൽ ആശ്രയിച്ചു എന്നുള്ളതാണ്. നമുക്കും സങ്കടങ്ങൾ, പ്രശ്നങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ എത്ര വലുതായിക്കോട്ടെ പ്രിയപ്പെട്ടവരെ, പക്ഷെ അതിനേക്കാളും വലിയൊരു കർത്താവ് എവിടെയുണ്ട്? ഈ അൾത്താരയിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ സക്രാരിയിൽ ആരിയിരിപ്പുണ്ട്? സക്രാരിയിൽ ആരിയിരിപ്പുണ്ട്? ഉറപ്പല്ലേ? ഈശോ എന്തിനാണോടാ ഇരുന്ന് ഉറങ്ങണ? ഈശോ ജീവിക്കുന്ന കർത്താവ് സക്രാരിൽ എന്ത് ചെയ്യുന്നു? നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ? നമ്മുടെ സങ്കടം നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ? ഞാനൊരു കാര്യം ചോദിക്കണത്, നിങ്ങളിപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നിരുന്നു, അപ്പോൾ ഈശോ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ വീട്ടിലേക്ക് പോയി, എന്നാലും ഈശോ എന്ത് ചെയ്യും? കിടന്നുറങ്ങുമോ? അപ്പോഴും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? ഇനി നമ്മൾ സിനിമക്ക് പോയി, നമ്മുടെ ഇഷ്ടത്തിനൊക്കെ പോയി, പാപ വഴിക്ക് പോയി, അപ്പോഴും കർത്താവ് വീട്ടിൽ നിന്ന് ഉറങ്ങുമോ? നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നമുക്കൊരു സങ്കടം ഉണ്ടായി, പ്രശ്നം ഉണ്ടായി, വിഷമം ഉണ്ടായി, അപ്പോൾ ഈശോ എന്ത് ചെയ്യാനാണ്? സന്തോഷിക്കണ? നമ്മളെ നോക്കിക്കൊണ്ട് ആ പ്രശ്നത്തിൻ്റെ പരിഹാരവും ഒരുക്കി ഇവിടെ ഉണ്ടാവും. നമ്മളെന്താ ചെയ്യേണ്ടതുള്ളത്? എൻ്റെ കർത്താവേ, അങ്ങേ ഒന്ന് വിളിച്ച് ആ കർത്താവിൻ്റെ സാന്നിധ്യം ഒന്ന് തിരിച്ചറിഞ്ഞാൽ അവൻ തരുന്ന പരിഹാരം കേൾക്കാൻ തയ്യാറായ പോരെ? ഔസേപ്പിതാവിന് സങ്കടം ഉണ്ടായില്ലേ? പ്രശ്നം ഉണ്ടായില്ലേ? ഉൾക്കൊണ്ടേ എന്ത് ചെയ്യും എന്ന് ചോദിച്ചില്ലേ? പക്ഷേ ഈ ദൈവം പറഞ്ഞു ചെയ്തോളാൻ പറഞ്ഞു, ചെയ്തില്ലേ? അപ്പോൾ നമ്മൾക്കുള്ള പരിഹാരങ്ങളെല്ലാം ഇവിടെയുണ്ട്. ആ പരിഹാരം നൽകുന്ന കർത്താവ് സക്രാരിയിൽ നിരന്തരം 24 മണിക്കൂറും നമ്മളെ കാത്തിരിക്കുക, നമ്മൾ നോക്കിയിരിക്കുക. നമുക്കായി പ്രശ്നങ്ങൾ നമ്മളറിയുന്നതിന് മുമ്പേ കണ്ടറിഞ്ഞ് അതിന് പരിഹാരവും ഒരുക്കി കാത്തിരിക്കുന്ന ഒരു കർത്താവ്, ജീവിക്കുന്ന കർത്താവ് ഇവിടെയുണ്ട്. ആ കർത്താവിനെ തന്നെയല്ലേ വിശുദ്ധ കുർബാനയിൽ നമ്മൾ സ്വീകരിക്കാൻ പോണത്? അപ്പോൾ നമ്മുടെ അകത്താരായപ്പം ഈ സക്രാരിയിലുള്ള ഈശോ തന്നെ നമ്മുടെ അകത്ത് വന്ന, നമ്മൾ പോകുന്ന വഴിയിൽ ആരുണ്ട് കൂടെ? ഈശോ ഉണ്ട്. നമ്മ മറന്നാലും നമ്മ വിശ്വസിച്ചില്ലെങ്കിലും നമ്മുടെ കൂടെ ആരുണ്ട്? സത്യമാണോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇതാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ. ഇത് വിശ്വസിച്ചാൽ നീ പോകുന്ന വഴിയിലെല്ലാം അത്ഭുതം നീ അനുഭവിക്കും. നീ പള്ളിയിൽ ഒരു മാത്രമാണോ കർത്താവ് കൂടെ ഉള്ളത്? അപ്പത്തിലാരാണ്? ഈശോയാണ്. നിങ്ങളുടെ നാവിൽ നീട്ടി ഇതാ ക്രിസ്തുവിൻ്റെ ശരീരം എന്നല്ല അച്ഛൻ പറയണത്. അപ്പോൾ ആ അപ്പത്തിലാരുണ്ട്? ഈശോ. നിങ്ങളപ്പം എന്തെന്നും മറുപടി പറയും? ആമേൻ. അർത്ഥം എന്താ? അച്ഛാ അത് ഈശോയാണെന്ന്. ശരിയല്ലേ? അപ്പോൾ സത്യത്തിൽ അത് ഈശോ അല്ലേ? ആ നിങ്ങൾ നാവിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ നാവിലിപ്പോൾ ആരുണ്ട്? നിങ്ങളുടെ ഈശോ ഉണ്ട്. നിങ്ങൾ ഭക്ഷിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ അകത്താരുണ്ട്? സത്യമല്ലേ? ഇത് വിശ്വസിക്കണണ്ട. നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോണേ. ഇനി കുർബാന കഴിഞ്ഞ് പോകാൻ നേരത്ത് നിങ്ങളുടെ അകത്താരാ? ഈശോ. അപ്പോൾ അതാണ് കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ ഒരു വചനം പൂർത്തിയാകണേ.
1 യോഹന്നാൻ 4:4. എന്താണ് ആ വചനം? 1 യോഹന്നാൻ 4:4. കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മിലത് പൂർത്തിയാകും. എന്താണെന്നറിയാം? നിങ്ങൾ ദൈവത്തിനുള്ളവരാ. അത് സത്യമല്ലേ? നമ്മളാ സൃഷ്ടിച്ചതാരാ? ദൈവമല്ലേ? നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ. കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ അകത്ത് ആരാണെന്നാണ് പറഞ്ഞത്? ഈശോയാണ്. അങ്ങനെയാണെങ്കിൽ ഈ വചനം പൂർത്തിയായ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. സത്യത്തിൽ നിങ്ങളകത്ത് കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ ഈശോ വന്നെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ അകത്തുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈ ലോകത്തുള്ള രോഗത്തെ പേടിക്കേണ്ട ആവശ്യമുണ്ടാ? കടബാധ്യത പേടിക്കേണ്ട ആവശ്യമുണ്ടാ? പ്രശ്നങ്ങളെ പേടിക്കേണ്ട ആവശ്യമുണ്ടാ? അപ്പോൾ കുർബാന സ്വീകരിച്ചിട്ട് വിശ്വസിച്ചോ എന്ന് ഞാൻ ചോദിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുർബാന കഴിഞ്ഞ് പോകണ വഴി ഭയപ്പെട്ടു പോകേണ്ട കാര്യമുണ്ടാ? നിരാശപ്പെട്ടു പോകേണ്ട കാര്യമുണ്ടാ? സങ്കടപ്പെട്ടു പോകേണ്ട കാര്യമുണ്ടാ? അതുകൊണ്ടാണല്ലോ കുർബാന കഴിയുമ്പോൾ സമാപന ആശംസ എന്താ? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. അർത്ഥം എന്താ? അകത്താരാ? ഈശോയാ. അപ്പം നിങ്ങൾ പോകേണ്ടത് എങ്ങനെയാ? ഈശോൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും. അത് വിശ്വസിച്ചാൽ നമുക്ക് അത്ഭുതമുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പോൾ പ്രിയപ്പെട്ടവർ, നമ്മൾ കാണുമ്പോൾ നമ്മൾ തന്നെയാണ്, പക്ഷെ കാണപ്പെടാത്ത ഈശോ അകത്തുണ്ട്. അത് വിശ്വസിച്ചാൽ അമ്മ മാതാവ് കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അകത്ത് വന്നിരിക്കുന്നത് രക്ഷകനാ, ഈശോയാ. അവൻ അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് നീ വിശ്വസിച്ചാൽ നിൻ്റെ പ്രശ്നങ്ങൾ, നിൻ്റെ അകത്ത് ഈശോ വന്നു കഴിഞ്ഞാൽ, അപ്പത്തിലൂടെ ഈശോ വന്നു കഴിഞ്ഞാൽ നിൻ്റെ അകത്ത് ആരുണ്ട്? പറ. ഈശോ ഉണ്ടെങ്കിൽ നിൻ്റെ പ്രശ്നം ഇപ്പം ആരുടെ പ്രശ്നമോ? സിമ്പിളല്ലേ? ആ ഈശോൻ്റെ പ്രശ്നമാണ്. ഈശോ എന്തുകൊണ്ടാണ് നമ്മളുടെ അകത്ത് വന്നെന്ന് മനസ്സിലായിപ്പാ? നമ്മുടെ പ്രശ്നം ഏറ്റെടുക്കാനാ. അധ്വാനിക്കുന്നവരും ഭാരവഹിക്കും നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമ്മളെ ആശ്വസിപ്പിക്കാൻ, നമ്മെ ബലപ്പെടുത്താൻ കർത്താവ് അകത്ത് വന്നില്ലേ? എന്നെ അത്ഭുതപ്പെടുന്ന കാര്യം ഒരു വചനം, നിയമാവർത്തനം 4:7. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നുവല്ലേ. ദൈവം ഇത്രയേറെ അടുത്ത്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ദൈവം ഇത്രയേറെ അടുത്ത് നമ്മുടെ സക്രാരിലിരിക്കുന്ന ഈശോനെ കുറിച്ചാണ് ഈ പറയുന്നത്. കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ അകത്തല്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്? കേട്ടോ, നാം നിങ്ങൾ ഈശോ എന്ന് വിളിച്ചുകൊണ്ടിരിപ്പുണ്ട്. വിളിച്ചിരിക്കുമ്പോൾ കർത്താവ് എവിടെ വരും? നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥൻ. എവിടെ? സക്രാരിലാണ്, നമ്മുടെ അകത്ത് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നുവല്ലേ. ദൈവം ഇത്രയേറെ ഈ ദൂരമാണ് നമ്മുടെ അകത്തുണ്ട്. ഇത്രയേറെ അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനത? കർത്താവ് നിങ്ങൾ വിളിച്ചപ്പോൾ അപ്പമായി നിങ്ങളുടെ അകത്ത് വന്നിരിക്കുക. അകത്തുള്ള കർത്താവിനെ നീ വിശ്വസിച്ചാൽ നിന്റെ രോഗം മാറുമില്ലേ? ഈശോന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊട്ടവൾക്ക് സൗഖ്യം കിട്ടിയതല്ലേ? നിങ്ങൾ ഈശോന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിലാണ് തൊടുന്നത്, ഈശോയുടെ തിരുശരീരമല്ലേ തൊടുന്നത്? വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊട്ടവൾക്ക് സൗഖ്യം കിട്ടിയെങ്കിൽ ഈശോയെ സ്വീകരിക്കുന്ന നമുക്ക് സൗഖ്യം കിട്ടൂലേ? വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം, വേറൊന്നുമല്ല. ഈശോ തന്നെ പറഞ്ഞില്ലേ, സ്വന്തം നാട്ടിൽ അവരുടെ വിശ്വാസരാഹിത്യത്താൽ അത്ഭുതങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന് നിരാശപ്പെട്ട കർത്താവുണ്ട്. നമ്മൾ സ്വന്തമല്ലേ കർത്താവിൻ്റെ? നമ്മളെ സ്വന്തമാക്കിയത് കൊണ്ടല്ലേ കർത്താവ് നമ്മുടെ അകത്ത് വരുന്നത്. അങ്ങനെ നമ്മുടെ അകത്ത് വന്നിട്ട് നമ്മളിൽ അത്ഭുതം ചെയ്യാൻ പറ്റാതെ കർത്താവ് നിരാശപ്പെടുന്നുണ്ടെങ്കിൽ കാരണം എന്താ? വിശ്വാസരാഹിത്യം. ആ വേദന കർത്താവിന് കൊടുക്കണോ? അതുകൊണ്ട് വിശ്വസിച്ച് ഈ കുർബാന നമുക്ക് സ്വീകരിക്കാം, വിശ്വസിച്ച് ഈ ബലി അർപ്പിക്കാം. ഒരു വിശുദ്ധ കുർബാനയ്ക്ക് അപ്പുറത്ത് ഒരു പ്രശ്നമില്ല പ്രിയപ്പെട്ടവരെ. ഈശോയുടെ തിരുഹൃദയ സ്നേഹമാ അപ്പമായി നമ്മുടെ ഉള്ളിൽ വരുന്നേ. ആ തിരുഹൃദയ സ്നേഹം നമ്മളെ പൊത്തിയിട്ടെ. ആ തിരുഹൃദയ സ്നേഹത്തിൽ നീ വിശ്വസിച്ചാൽ ഇന്ന് അത്ഭുതം നടക്കും. ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ച് ഈശോയെ കാഴ്ചവെപ്പ് ഗാനം ആലപിക്കാൻ പോവുകയാണ്. ഈ കാഴ്ചവെപ്പ് ഗാനത്തോടൊപ്പം ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിത നിയോഗങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും കടബാധ്യതകളും സകലത് സമർപ്പിക്കുകയാണ്. ഈശോയെ ഇതെല്ലാം വഹിച്ചുകൊണ്ട് സങ്കടപ്പെട്ട് നീറി പുകഞ്ഞ് ജീവിക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇതെല്ലാം ഈ അൾത്താരയിൽ ഏൽപ്പിച്ചിട്ട് അവൻ്റെ തിരുശരീരം ഭക്ഷിച്ച് അവനോടൊന്നായി തീർന്ന് നിൻ്റെ ഉള്ളിൽ കർത്താവ് വന്ന് നിൻ്റെ പ്രശ്നമേറ്റെടുത്ത് നിന്നെ സുഖപ്പെടുത്തി നീ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവായതുകൊണ്ടാണ് സ്വർഗം വിട്ട് നമ്മോടൊപ്പമാകാൻ നമ്മെക്കാൾ വലിയവൻ ഒരപ്പമായി ചെറുതായി നമ്മോട് കൂടെ വസിക്കുന്നത്. ആ ഈശോയുടെ സജീവ സാന്നിധ്യം, അത്ഭുത സാന്നിധ്യം വിശുദ്ധ കുർബാനയിൽ വിശ്വസിച്ചു സ്വീകരിക്കാൻ, ആ വിശ്വാസം വഴി അത്ഭുതം സ്വന്തമാക്കാൻ ഞാൻ കൃപ നൽകണമേന്ന് പ്രാർത്ഥിച്ച് കാഴ്ചവെപ്പ് ഗാനം വിശ്വാസത്തോടെ ഭക്തിയോടെ പ്രാർത്ഥനാപൂർവ്വം ആലപിച്ച് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് കർത്താവിൻ്റെ ബലം പ്രാപിക്കാം.